പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൂറത്ത് യൂസുഫ് വിശദീകരിക്കവേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിനിയാമിനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പിടിച്ചു വയ്ക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരുടെ ഭക്ഷണ സഞ്ചിയിൽ അവിടുത്തെ ഭരണാധികാരി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അളവ് പാത്രത്തെ വളരെ തന്ത്രപരമായി അതിൽ വയ്ക്കുകയും അങ്ങനെ അതിൻ്റെ പേരിൽ തൻ്റെ സഹോദരനെ പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞത് യൂസുഫ്, അപ്രകാരം യൂസുഫിന് വേണ്ടി നാം തന്ത്രം ചെയ്തു എന്നാണ്. അത് അല്ലാഹു ആണ് പറഞ്ഞത്, യൂസുഫിന് വേണ്ടി നാം തന്ത്രം ചെയ്തു കൊടുത്തു എന്നാണ്. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൂസുഫിന് വേണ്ടി അല്ലാഹു തന്ത്രം ചെയ്തു കൊടുത്തു എന്നാണ്. അതിന്റെ അർത്ഥം, അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എതിരെ മറ്റുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയോ തന്ത്രങ്ങളോ മെനയുകയാണെങ്കിൽ ആ മനുഷ്യൻ അറിയാതെ തന്നെ, ആ വിശ്വാസി അറിയാതെ തന്നെ, അയാളുടെ ഒരു ഇടപെടൽ കൂടി ഇല്ലാതെ തന്നെ അള്ളാഹു അവനക്ക് വേണ്ടി അതിനേക്കാൾ വലിയ തന്ത്രങ്ങൾ മെനയുമെന്നാണ്. അതാണ് ആയത്തിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ നമ്മളൊക്കെ ക്ലിയർ ആണെങ്കിൽ, ബാക്കിയുള്ള നമ്മളെ കരുതുന്ന നമ്മുടെ ശത്രുക്കളും എതിരാളികളും നമുക്ക് വേണ്ടി എന്ത് ഗൂഢാലോചന പദ്ധതികൾ തയ്യാറാക്കിയാലും മെനഞ്ഞാലും ശരി, നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് ആ ചരിത്രം പഠിപ്പിക്കുന്നതെന്നാണ്. അപ്പൊ അതിനെന്ത് വേണം? അൽ മുഅ്മിനുൽ മുതവക്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥ വിശ്വാസി, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല ബാക്കിയുള്ളവർ അവനക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയുമ്പോൾ അള്ളാഹു അവന് വേണ്ടി സഹായത്തിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞ് അവരെ രക്ഷപ്പെടുത്തുകയും അവരുടെ കുഴന്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയെന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ ജീവിതത്തിൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കി ഒന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ അറിയാത്ത വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അത് തരുന്നത് നമ്മുടെ ഈമാനിന്റെയും തവക്കുലിന്റെ ഭാഗമായിട്ടാണ് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. അങ്ങനെ ക്ലിയർ ആക്കിയാൽ അല്ലാഹു നമ്മെ സഹായിക്കും, നമ്മുടെ വിഷയത്തിൽ ഇടപെടും, നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.